ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചരിയും മുട്ടയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു സൂപ്പർ സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ആ പച്ചരി ഒന്ന് കുതിർത്ത് വെക്കാനുള്ള ഒരു സമയം മാത്രം മതി കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ഗ്ലാസ് പച്ചരി, നിങ്ങൾക്ക് പച്ചരി എടുക്കാം അല്ലെങ്കിൽ ബസുമതി റൈസ് എന്താണെങ്കിലും എടുക്കാം. ഞാനിന്നിപ്പോൾ ഇവിടെ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നല്ലൊരു സ്മെല്ലും കൂടെ വരുമ്പോഴത്തേക്കും അതാണ് ഇവിടെ ഇഷ്ടം, അതുകൊണ്ട് അത് എടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയതാ ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും മിനിമം ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കണം. 2 മുതൽ 2:30 അത്രയും മതിയാവും, ഒത്തിരി നേരം വേണ്ട. അപ്പോൾ ഇവിടെ 2:30 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് അതിലത്തെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തോട്ട് ഒരു മുട്ട, നമുക്ക് 1 കപ്പ് ചോറിന് 1 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് അളവ്. ഇപ്പോൾ 2 കപ്പ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒരു മിക്സി ജാറിനകത്തോട്ട് ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഇതുപോലെ ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിത് ആ തമ്പനെയിലിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ നേരിട്ട് തന്നെ മിക്സിയുടെ ജാർ എടുക്കുക, അതിനകത്തോട്ട് മുട്ടയും അതുപോലെ പച്ചരി, കുതിർത്തിട്ടുള്ള പച്ചരിയും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. അതിനായിട്ട് ആദ്യം ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പ് ഒത്തിരി ചേർക്കണ്ട, നമ്മളിത് മധുരത്തിലായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ചേർത്താൽ മതി. പിന്നെ ചേർക്കുന്നത് പഞ്ചസാര, അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഞാൻ ഏകദേശം ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ഏലക്ക ചേർക്കുമ്പോൾ ഞാനിവിടെ ഒരു തൊലിയോടെ കൂടെ, അതിൻ്റെ തൊണ്ടോട് കൂടെ ചേർക്കുന്നുണ്ട്. പക്ഷെ ചിലവർക്ക് അത് ഇഷ്ടമല്ല. എന്നോട് ഇതുപോലെ മുന്നൊക്കെ ഞാനിങ്ങനെ ചേർക്കുമ്പോൾ പറയാറുണ്ട് തൊണ്ട് ഇടരുതെന്നൊക്കെ. അപ്പം അങ്ങനെ ഇടാൻ താല്പര്യമില്ലാത്തവർ ഇടണ്ട. ഞാൻ എന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് ഒത്തിരി വെള്ളം ഒഴിക്കരുത് കേട്ടോ, നമുക്കിത് നല്ല അത്യാവശ്യം കുറുകിയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/4 കപ്പും കൂടെ ചോറ് ചേർത്തായിരുന്നു, പക്ഷെ അതിൻ്റെ വീഡിയോ വന്നിട്ടില്ല. അപ്പം ആ ചോറും കൂടെ ചേർത്തിട്ടാണ് ഇത് ഈ ഒരു രീതിയിൽ അരച്ചെടുത്ത് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ 1 കപ്പിന് 1/4 കപ്പ് ചോറ്, അത് നമുക്ക് മട്ട അരിയോ അല്ലെങ്കിൽ എന്ത് പൊന്നിയരിയോ അല്ല എന്ത് അരിയാണെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ ചോറ് ഒരു 1/2 കപ്പ് എടുക്കുക. എന്നിട്ട് ഞാനിതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്, ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ സാധാരണ ഫ്രഷ് ആയിട്ട് ചെരുകിയ തേങ്ങ അത് ചേർത്ത് കൊടുക്കാം, അതാണ് ഏറ്റവും സ്വാദ്. ഇന്നിപ്പോൾ ഇവിടെ അങ്ങനെ ചെറിയ തേങ്ങ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ നോക്കുക, മധുരം നോക്കുക, ഉപ്പ് ഓക്കെ ആണ് എന്ന് നോക്കുക. എന്നിട്ട് ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മുടെ മാവ് കൊണ്ടുവരണം. ഇനി നിങ്ങളെങ്ങാനും ഇങ്ങനെ ഇതൊരു കൂട്ടുന്ന സമയത്ത് വെള്ളം കൂടി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പകരം അല്പം ഒന്ന് മാവ് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇനി വേറെ ഒരു പരിപാടിയുമില്ല. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഒരു കുടിയുള്ള ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ ചട്ടിക്കകത്തോട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിലൊന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമ്മളിത് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വേറെ ഒരു പരിപാടിയൊന്നുമില്ല. നമ്മുടെ കൈ എടുത്ത് മാവിൽ മുക്കി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ സ്പൂൺ കൊണ്ടെടുത്തെങ്കിലും പിന്നീട് ഞാൻ കുറച്ച് കുഴിയുള്ള ഒരു കയ്യിലാണ് എടുത്തത്. അതാവുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പം ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഈ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പതുക്കെ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം ആ ഒരു സമയത്ത് ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് കോരി കൊടുക്കുവാണെങ്കിൽ നല്ല പഫി ആയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സ്നാക്ക് കിട്ടും. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഇതിനകത്തോട്ട് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ അല്പം ചേർത്താൽ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ടും ഫ്ലഫി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ ചേർത്തില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് വറുത്ത് ഈ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിടാം. ഇതാണ് നമ്മുടെ സ്നാക്ക് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ആ ഒരു നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് കൂടുതലും കുറവൊക്കെ ചേർത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം.
അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുട്ടയും ഇച്ചിരി പച്ചരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുട്ട നിറച്ച് സ്നാക്ക് നമുക്ക് എടുത്തിട്ട് വരാം. അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ ടേസ്റ്റിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളൊക്കെ നോക്കാം എങ്ങനെ ഇരിക്കണേന്നുള്ളത്. ഇതാണ് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല ഒത്തിരി എണ്ണ കുടിക്കുന്ന പ്രകൃതമൊന്നുമില്ല കേട്ടോ. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴുമുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. വലിയ വലിയ സംഭവങ്ങളൊന്നും വേണ്ട. പിന്നെ ഇതൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മിക്സിയിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തുന്ന ഇച്ചിരി കൂടെ സ്വാദ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Until then, bye-bye.